ഇന്നെൻ്റെ സിദ്ധിക്കുട്ടൻ്റെ 5ാം പിറന്നാളാണേ. സിദ്ധിക്കുട്ടനെ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. എന്നാലും പുതിയതായി വന്നവർക്കായിട്ട് ഞാൻ ഒന്ന് പറയട്ടെ. എൻ്റെ ആങ്ങളയുടെ മോനാണ് കേട്ടോ. ആങ്ങളയുടെ ഇളയ പുത്രനാണേ. കൊറോണ ടൈമിലായിരുന്നേ ആളിൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ വല്ലാത്തൊരു സ്റ്റോറിയും ഉണ്ട് പറയാൻ. ഈ സമയത്ത് അച്ഛൻ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയായിരുന്നു. രമ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അമ്മയ്ക്ക് രമ്യയെ നോക്കാനായിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ അച്ഛനെ നോക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നേ പറ്റൂ. ഞങ്ങളുടെ വാർഡിലാണെങ്കിൽ ലോക്ക്ഡൗൺ. വാർഡിൽ നിന്ന് ആരെയും പുറത്തോട്ട് വിടുന്നില്ല. എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പോയല്ലേ പറ്റൂ. ഒരു നിവൃത്തിയില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. SI എടുത്ത് ഡയറക്റ്റ് സംസാരിച്ച് ഞാൻ പെർമിഷൻ വാങ്ങിച്ചു. എന്താണെന്നല്ലേ, അപ്പോൾ ഒരു വണ്ടിയിൽ 2 വീലറിൽ 3 പേർക്ക് പോകാൻ പറ്റില്ല, 2 പേർക്കേ പോകാൻ പറ്റൂ. 2 വീലറിൽ 2 പേർക്കേ പോകാൻ പറ്റൂ എന്ന് കരുതി ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ വീട്ടിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. 2 പേരെയും കൊണ്ടല്ലേ പോകാൻ പറ്റൂ. മണിയണ്ണൻ നാട്ടിൽ ഇല്ലാത്ത സമയം. അപ്പം പിന്നെ ഞാൻ SI എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് 2 പേരെയും കൊണ്ട് പോകണം. ഓക്കെ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് SI പെർമിഷനൊക്കെ തന്ന് ഞങ്ങളങ്ങനെ എല്ലാം വാരി കെട്ടിപ്പറക്കി പോയി പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തിയപ്പോഴത്തേക്കും 2 പോലീസ് മാമന്മാർ വന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തി. എവിടെ പോകണു, 2 പേരും ഇല്ലേ പോകാൻ പറ്റും, എന്തിനാ 3 പേര് പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല സാറേ, ഞാൻ നേരത്തെ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച് പെർമിഷൻ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ ആളിയാളാണല്ലേ, എന്നാൽ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് അച്ഛനോട് ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച കഥ പറഞ്ഞാൽ അച്ഛനും വിശ്വസിക്കത്തില്ല. മണിയണ്ണൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മണിയണ്ണന് വിശ്വസിക്കത്തില്ല. 2 പേരും ചോദിക്കുന്ന ഒരേ ചോദ്യം, പിന്നെ പോലീസിനെ കണ്ടാൽ ഓടുന്ന നീയല്ലേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുന്നേ. പിന്നെ എൻ്റെ മക്കളുണ്ടായതുകൊണ്ട് അവർ 2 പേരെടുത്തും സാക്ഷിയൊക്കെ പറഞ്ഞ് എന്നെ ആ കേസിൽ രക്ഷപ്പെടുത്തി. പിന്നെ സാഹചര്യങ്ങളല്ലേ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുമല്ലോ, അതാണല്ലോ മനുഷ്യർ. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ സിദ്ധിക്കുട്ടനൊരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ മറക്കരുതേ. പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.